ജോൺസൺ മാഷ് ഒരു പാട്ട് നിഷാദ് അപ്പൊ ഏതാണ് തരാൻ പോകുന്നത്? ഉറപ്പായിട്ടും വെള്ളാര പൂമല മേലെ. നമ്മൾ കാരണം ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. കാരണം ഓണപ്പാട്ട് പാടുമ്പോ എപ്പോഴും നമ്മൾ പൂവിളി പൂവിളിയൊക്കെ പാടും. ഒരുപാട് വേദികളിൽ ഓണപ്പാട്ടുകൾ പാടുമ്പോ ഈ പാട്ടില് ഈ ഓണത്താറ അടി വരുന്നതുകൊണ്ട് നമ്മൾ ആ പാട്ടെടുത്ത ഒരു ഡിഫറെന്റ് ആയിട്ട്, പക്ഷെ അത് ഭയങ്കര ആവേശം, എനർജി ഉണ്ടാക്കുന്ന ഒരു ഓണത്താർ എന്നൊക്കെ പറയുമ്പോഴേ ഈ ഉത്തര കേരളത്തിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലവർ വിളിച്ചിട്ട്, എന്താണ് ഈ ഓണത്താർ എന്നുള്ളത്? ഇവിടെ ഒന്നും ആളുകൾക്ക് അറിയില്ല. അല്ല, ആ പാട്ടിന് വേറെ പ്രത്യേകത ഉള്ളത് ജോൺസൺ കൈതപ്രം എന്നുള്ള ടീം ആരംഭിച്ചത് ഈ പാട്ടിൽ നിന്നാണ്. ഈ പാട്ട് പിന്നെ എത്രയോ പടങ്ങള് അല്ല, ഇപ്പോഴും നമ്മൾ വെറുതെ ചോദ്യം തൊടുത്തത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ അത് പറഞ്ഞിട്ട് ഓണത്താറിലോട്ട് പോകാം. ഈ ഓണത്താർ എന്ന് പറയുന്നപ്പോ നമ്മളെ ഈ തെക്കൻ കേരളത്തിലൊന്നും ഇല്ലത്. ഉത്തര കേരളത്തിലുള്ള ഓണപ്പൊട്ടൻ എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മളുടെ ഇവിടെ ഒന്നും പരിചയമില്ല ഇവിടെ. അതെ. അപ്പൊ ആ ഓണത്താർ കാണിക്കുന്നുണ്ട് അതില്, അല്ലെങ്കിൽ കാണാം നമ്മൾക്ക് ആ ഉത്തര കേരളത്തിന്റെ മലബാറിന്റെ പ്രത്യേകതയുള്ള ചില സംഭവങ്ങൾ. അത് വന്ന് ഈ പാട്ടിലൂടെയാണ് ഓണത്താറിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങൾ ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലൊക്കെ മനസ്സിലാക്കുന്നത്. കൈതപ്പുറം അത് ആ കൈതപ്പുറത്തിന്റെ സ്വത്വം അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂരുകാരൻ കൈതപ്പുറംകാരൻ അവരുടെ ഓണം മലബാറിന്റെ ഉത്തര മലബാറിന്റെ ഒരു ഓണത്തിന്റെ ഒരു വാക്ക് അല്ലെ ഒരു ബിംബം ഉണ്ടല്ലേ. ഈ രണ്ട് പാട്ടുകളാണല്ലോ വരവേൽപ്പിലുള്ളത് അല്ലെ. ഒരു ബസ്സൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോഴുള്ള ഒരു ദുഃഖഗാനം, ഒരു സെന്റിമെന്റ്സ് പാട്ട് കൂടെ ഉണ്ട്. ദൂരെ ദൂരെ സാഗരം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെള്ളാരപ്പൂമല കേൾക്കാൻ നിഷാദേ. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ഈ പാട്ടില് സിനിമയില് ഈ പാട്ടിൽ നമുക്ക് ജോൺസനെ കാണാം. അത് വളരെ കുറച്ച് ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അതായത് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ മിക്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടെന്നില്ല. ജോൺസൺ അതുകൊണ്ട് ലൊക്കേഷനിൽ വന്നു, പാലക്കാട് വന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ മിക്സ് എനിക്ക് പിന്നീട് കേട്ടാലും മതി. അപ്പോൾ ജോൺസൺ എന്തോ ഒരു ഒഴിവ് ദിവസം പോലെ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അന്ന് ഈ കാരവനൊന്നും ഇല്ലല്ലോ. അന്ന് നമുക്ക് ഷൂട്ടിങ്ങിന് ഞങ്ങളൊരു ബസ് വാങ്ങി സ്വന്തമായിട്ട്. ഈ അതിലെ ഗൾഫ് മോട്ടോഴ്സ് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി വാങ്ങിയതാണ്, വാടക കൊടുത്താൽ മുതലാവില്ല. അപ്പൊ ആ ബസ്സിൽ തന്നെയാണ് രാവിലെ എല്ലാവരും ലൊക്കേഷനിൽ പോകുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാവരും കൂടി മോഹൻലാലും ശ്രീനിവാസനും ഇന്നസെന്റ് ആണ് പലപ്പോഴും ആ ബസ് ഓടിച്ചിരുന്നത്. ഇന്നസെന്റ് ബസ് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇന്നസെന്റ് ഞാൻ ഓടിച്ചോളാം എന്ന് പറയും. ഞാൻ ഒരു ശീലമാവാൻ വേണ്ടിയിട്ട് ഇന്നസെന്റ് ബസ് ഓടിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി നമുക്ക് അത് കറക്റ്റ് ലൊക്കേഷൻ തരുമ്പോൾ ഒരു ആലിന്റെ ചവിട്ട് വരുമ്പോൾ ഈ സീൻ നമുക്ക് ഇവിടെ എടുത്താലോ വെച്ചാൽ അവിടെ വെച്ച് സീൻ എടുക്കും. അപ്പോൾ ആർട്ടിസ്റ്റിനെ റൂമിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ബസ് നിറച്ച ആർട്ടിസ്റ്റ്. ജോൺസൺ വന്നപ്പോൾ ജോൺസണോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ആ ഫ്രെയിം വെച്ചപ്പോൾ ഞാൻ ജോൺസൺ അടുത്ത് പറഞ്ഞു, ജോൺസൺ ഒരു യാത്രക്കാരനായിട്ട് നിന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ടിന്റെ ഒരു ഘട്ടത്തിൽ മുമ്പിൽ ജോൺസൺ ഇങ്ങനെ ബസ്സിൽ നിൽക്കുന്ന ഒരു പീസ് കാണാം. ഓർമ്മയിലെന്നും